ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 4 സമയം ഏകദേശം 9:20 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ ഹൈ പോയിൻ്റ് താഴോട്ട് ബാങ്ക് നിഫ്റ്റി വന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു വ്യൂ ഇപ്പം നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡാണ്. കഴിഞ്ഞ ദിവസം US മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് സ്റ്റിൽ ഞാൻ ബുള്ളിഷാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബീറിഷ് ആയിരുന്നു, ലോസ് ആയിരുന്നു ബുക്ക് ചെയ്തത്. പിന്നീട് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആണ് വന്നുകൊണ്ടിരുന്നത്. സ്റ്റിൽ ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആയിട്ട് മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അപ്സൈഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ചാർട്ട് എന്നോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള റെഡ് ക്യാൻഡിൽസ് വരുന്ന സമയത്ത് ഈ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ എന്താണ് ചെയ്യുക, എല്ലാവരും പറയുന്നത് കേട്ട് ന്യൂസൊക്കെ കേട്ടിട്ട് ഓടിക്കേറി പുട്ട് ഓപ്ഷനിലൊരു ട്രേഡ് ചെയ്യും. അതാണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത, അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പം മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു വ്യൂ അനുസരിച്ചിട്ട് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ആ ഒരു സ്ട്രക്ചറിനനുസരിച്ചിട്ട് എൻ്റെ വ്യൂ ബുള്ളിഷാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കോൾ ഓപ്ഷനിലാണ്. അപ്പം ജസ്റ്റ് പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രോക്കറിൽ ജസ്റ്റ് 1 ലോട്ട്, ഓക്കെ, സെയിം ട്രേഡ് ഞാൻ എടുക്കുന്നുണ്ട്, വലിയ ക്വാണ്ടിറ്റികൾ, അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഓക്കെ, എൻ്റെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 1 ലോട്ട്, ചെറിയ ലോസ് എന്ന രീതിയിൽ റണ്ണിങ്ങിലാണ്. അപ്പോൾ സ്റ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ ഒരുപാട് പേര് ട്രാപ്പ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷാർപ്പ് മൂവ്മെൻറ്റ് അപ്സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഓൾറെഡി ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് സെല്ലേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ടാകും. ആൻഡ് അവരെ ട്രാപ്പ് ചെയ്യിപ്പിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകൾ ആണ് കൂടുതൽ. അതാണ് ഹൈ പ്രോബബിലിറ്റി, റൈറ്റ്. നോർമലി മാർക്കറ്റ് അങ്ങനെയാണ്, റൈറ്റ്. എല്ലാവരും ട്രാപ്പ് ചെയ്യിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ആൻഡ് ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഏൺ ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഇത് മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ എനിക്കറിയാം എവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. ആ ഒരു ലോസിൽ കൂടുതൽ ഞാൻ ബുക്ക് ചെയ്യില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് ഞാൻ എത്രയാണ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെയും സെയിം തന്നെയാണ്. തിരിച്ച് മാർക്കറ്റ് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്യും. അതിൽ എനിക്ക് യാതൊരു ഈഗോ ഇല്ല. ആൻഡ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഇന്നത്തെ ആ ഒരു ഡേ ഹൈ, അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ ടാർഗറ്റ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ട്രേഡ് എടുത്തു, ഇനിയൊക്കെ മാർക്കറ്റിൻ്റെ മുകളിലാണ്. ഞാൻ പേഷ്യൻസോടെ റെസ്പെക്റ്റോടെ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ കേസ്, അപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. നിയർലി ഒരു 150-180 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഹൈ ആയിരുന്നു. ആൻഡ് ഞാൻ ഇനി അധികം ഗ്രീഡി ആകുന്നില്ല. ഇതുപോലുള്ള ക്യാൻഡിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഗ്രീഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഡേ ഹൈ ഇന്നത്തെ ഒരു ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അത്യാവശ്യം പ്രോഫിറ്റാണ്. ഞാനൊരു 100 പോയിൻറ്റ് പ്ലസ് ആണ് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തത്. ഇപ്പോൾ നിയർലി 190 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. റണ്ണിങ്ങിലാണ്. എക്സാക്ട്ലി നോക്കുവാണെങ്കിൽ യെസ്, നിയർലി ഒരു 190-180 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ട്രേഡാണ്. 9:20 സംതിങ്ങിലാണ് ട്രേഡ് എടുത്തിരുന്നത്. 9:34 സംതിങ്ങിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ട്രേഡായിരുന്നു. ആൻഡ് ഈ ഒരു വീക്കിൽ അത്യാവശ്യം മൺഡേ ഹോളിഡേ ആയിരുന്നു. പിന്നെ 4 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലോസ് ബുക്ക് ചെയ്തു. ബട്ട് സ്റ്റിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ഇനി വേറൊരു ട്രേഡില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മൺഡേ കാണാം. സോ ബൈ ബൈ, താങ്ക് യു.